ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? മാഷാ അല്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കണ, കുഴപ്പമില്ലാതെ അങ്ങനെ തട്ടിമുട്ടി പോകണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഹോസ്പിറ്റൽ കേസും കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആണ് കേട്ടോ നമ്മൾ വീഡിയോ ആയിട്ട് വരാതിരുന്നത്. ഇടയ്ക്ക് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. നമ്മൾ ഓരോരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാനും വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് കാരണം. അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ വലിയ സന്തോഷവും കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ കിടക്കണത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റി ഒരുങ്ങി പോകണതാ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ഇതൊരു നമ്മളെ ഓണത്തിൻ്റെ ആ ഒരു സമയം ഉണ്ടല്ലോ, നബിദിനത്തിൻ്റെ ഒക്കെ ആ ഒരു ടൈം അന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഹോസ്പിറ്റൽ കേസും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാൻ വൈകിപ്പോയത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. സാധാരണ ഒരു ഷോപ്പിംഗ് വീഡിയോ അല്ല, ഒരു സ്പെഷ്യൽ ഷോപ്പിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മളെ പൈസ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മനസ്സിലൊരു സന്തോഷം തരുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ. അത് എന്ത് ചെറിയൊരു കാര്യമാണെങ്കിലും ഇനിയിപ്പോൾ ഒരു 10 രൂപ ആണെങ്കിലും 100 രൂപ ആണെങ്കിലും ആ ഒരു പൈസക്ക് നമ്മൾ അധ്വാനിച്ച് ആ ഒരു പൈസക്ക് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാറുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല. അപ്പം അങ്ങനത്തെ കുറച്ചൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഏതായാലും നമ്മളെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിൻ്റെ ശേഷമാണ് ഇട്ടതാ നമ്മൾ പോകാനും വേണ്ടി മാറ്റി ഒരുങ്ങി റെഡി ആയിരിക്കണത്. അപ്പോൾ മോനും ഉണ്ട് കേട്ടോ കൂടെ. മോള് കൂടെ പോരുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ മോനാണ് കൂടെ പോരുന്നത്. അവൾക്ക് പിന്നെ ഫോൺ കിട്ടിയപ്പോൾ ഓള് പിന്നെ അങ്ങനെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ സെൽഫി വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ആക്കിയിട്ടാ. അപ്പോൾ മക്കൾ മോനവിടെ റെഡി ആയിട്ടുണ്ട്, കാക്കത് അവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ മൂപ്പർക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ വേഗം അവിടെ നിന്ന് മുങ്ങാണ്. എൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്നും പറഞ്ഞിട്ട് മൂപ്പര് മുങ്ങാണ്. അപ്പോൾ മോനിപ്പോൾ കൂടെ പോകുന്നത് അവൻ്റെ മുടിയൊക്കെ ഒന്ന് കട്ടാക്കല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓനൊപ്പം കൂട്ടിയതാണ് കേട്ടോ. നബിദിനൊക്കെ ആയിട്ട് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒപ്പം കൂട്ടിയതാണ്. അങ്ങനെ ഏതായാലും നമ്മൾ വണ്ടിയൊക്കെ എടുത്തതായി ഇറങ്ങിയിട്ടുണ്ട്. ചമ്മാട്ട് കണ്ടിട്ടാ നമ്മൾ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കി. നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റ് ആക്കാനും കൂടി മറന്നു പോകരുത്. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ആക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല വെയിലും വെളിച്ചൊക്കെയുള്ള ദിവസമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഒരാഴ്ച ആയിട്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതാ ചമ്മാടെത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ബ്ലോക്കിലൊക്കെ പെട്ട് എങ്ങനെയൊക്കെയോ നീങ്ങി നെരുങ്ങി നമ്മൾ ആദ്യം എന്നാ പോകുന്നത് നമ്മളിതൊക്കെയാണ് പലചരക്ക് എന്താണ് നമ്മൾ സാധനങ്ങളൊക്കെ കിടക്കുന്നത് അവരെ വ്യാപാരമല്ല, മലഞ്ചരക്ക് അവിടെ കണ്ട പോകുന്നത് ചമ്മാട് ഇതാക്കണത്. അപ്പോൾ എന്താ സംഭവിച്ചാൽ അടക്ക പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വിൽക്കാനും വേണ്ടിയിട്ട് അമ്മ ഏൽപ്പിച്ചതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ട് കാക്കത കയറിയിട്ടുള്ളത്. ഞാൻ പിന്നെ കയറിയിട്ടില്ല. ഞാൻ എന്താ കാറ് കടൻ്റെ മുന്നിൽ തന്നെ എൻ്റെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പൈസ ഒക്കെ ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതോ അടക്കൊക്കെ വിറ്റ് പൈസ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകണത് ഇതൊക്കെയാണ് നമ്മളിതാ ആധാർ ഗോൾഡ് കാണട്ടാം ചമ്മാട് ജ്വല്ലറിക്കാണ് പോകണത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക പിന്നെ ഒരു മാസം അടവ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയല്ല എന്താ പറയേണ്ടതൊന്നും ഇപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓണത്തിൻ്റെ അന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ നല്ല ഓണപ്പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊക്കെ അവനിവിടെ ഒരു വർഷത്തിൻ്റെ മേലായിട്ട് ഞാനിവിടെ പൈസ ഇങ്ങനെ മാസം അടക്കൽ തുടങ്ങിയിട്ട് നമ്മളെ കയ്യിൽ എത്ര ഉള്ളത് 1000 തൊട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അങ്ങനെ അടച്ചടച്ച് ഇപ്പോൾ ഏതായാലും ഒരു കൊല്ലത്തിനുള്ള അടവാണ്. അപ്പോൾ അടവൊക്കെ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ആ ഒരു പൈസക്ക് ഗോൾഡ് വാങ്ങിക്കാനും വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പൈസക്കുള്ള അനുസരിച്ചുള്ള ഗോൾഡ്
ഗോൾഡാണ് കേട്ടോ കിട്ടുക. നമ്മൾക്ക് വിചാരിച്ച മോഡലൊന്നും വായിക്കാൻ പറ്റില്ല, അവർ കാണിച്ചു തരുന്ന കുറച്ച് മോഡൽസ് നല്ല അത്യാവശ്യം നല്ല മോഡലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പൈസക്ക് മാച്ചായിട്ടുള്ള ഗോൾഡാണ് പിന്നെ നോക്കി ഒരു എടുത്ത് തരുന്നത്, നല്ല മോഡലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റേ ആദ്യം ഞാൻ കാണിച്ചത് ആ ബ്രേസ്ലെറ്റിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷേ അതിന് പിന്നെ ആകെ 2 ഗ്രാമോ 2.5 ഗ്രാമോ എന്തോ ഉള്ളൂ കേട്ടോ. നമ്മളെ എമൗണ്ടിന് ഒരു 3 ഗ്രാമിൻ്റെ മേലെ നമുക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മുത്തിൻ്റെത് കാണിച്ചില്ല, അത് നമ്മളെ പൈസക്ക് കറക്റ്റാണ് കേട്ടോ. പൈസ കുറവില്ല, ബാക്കി കിട്ടാനും ഇല്ല കേട്ടോ. കുറച്ച് പൈസ ബാക്കിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കേനും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ മറ്റേ ആദ്യം കാണിച്ചിരുന്ന അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ബാക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ലല്ലോ, ബാക്കിയാക്കി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ അത് നഷ്ടമല്ല. അങ്ങനെ ഏതായാലും ഇതൊക്കെ ഞാൻ ആ ഒരു മുത്തിൻ്റെ കഴിച്ചുണ്ടല്ലോ അത് സെലക്ട് ആക്കി എടുത്തു കേട്ടോ. നമ്മൾ ആ ഒരു എമൗണ്ടിന് ഒരു 3 ഗ്രാമിൻ്റെ മുകളിലായിട്ടുണ്ട് കേട്ടോ ആ ഒരു കഴിച്ചതിനും. ഇപ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് കുറഞ്ഞ തൂക്കത്തിലും കഴിച്ചതിനും സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ അത് പാക്ക് ചെയ്യാൻ വേണ്ടി ബില്ലാക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ഇതൊക്കെ അപ്പോഴാണ് വലിയ കണ്ണാടി കണ്ടപ്പോൾ വെറുതെ കുറച്ചൊരു വീഡിയോസൊക്കെ എടുത്തതാണ് നമ്മൾ. പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ സ്വർണ്ണക്കണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മളെ സ്വന്തമായിട്ടുള്ള നമ്മളെ വരുമാനം കൊണ്ട് നമ്മൾ എന്തെങ്കിലും വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതൊരു കുഞ്ഞു സംഭവമായാലും ശരി കേട്ടോ. അങ്ങനെ ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ ഫ്രൂട്ട്സ് വായിക്കാനും വേണ്ടി കയറിക്കാണ്. അപ്പോൾ ഇത് ഞാൻ കൂടിയിട്ട് ഇപ്പോൾ 1.5 കൊല്ലമൊക്കെ ആവാനായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ കയ്യിൽ പൈസ ഇല്ലാതെ ഇപ്പോൾ പൈസ അടവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വർക്കിന് പോയ സമയത്ത് ചേർന്നതായിരുന്നു കേട്ടോ, അവിടെ ചേർന്നതായിരുന്നു. അപ്പോൾ അത് പിന്നെ പോക്ക് നിർത്തിയപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യും എങ്ങനെ അടക്കും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ യൂട്യൂബ് വരുമാനം കിട്ടി. അപ്പോൾ ആ ഒരു പൈസയും അതിലേക്ക് കിട്ടുക, അതാണ്ട് അത്ര പെട്ടെന്നൊക്കെ ആയി കിട്ടിയത്. യൂട്യൂബ് വരുമാനം കിട്ടിയത് ഇപ്പോൾ സ്പെഷ്യലായിട്ട് വീഡിയോസൊന്നും ആക്കി ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ ആ ഒരു പൈസയും നമ്മൾ ജോലിക്ക് പോയപ്പോൾ കിട്ടിയ പൈസയും എല്ലാം കൂടിയൊക്കെയാണ് കേട്ടോ കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗോൾഡ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടിയ പൈസ ഒക്കെ ഉണ്ട് ഇതിൽ, അതൊക്കെ വളരെ കുറച്ച്. യൂട്യൂബിലത്തെ പൈസയും നമ്മൾ ജോലിക്ക് പോയ പൈസയായിരുന്നു കേട്ടോ ഇതിൽ അധികം ഉള്ളത്. അങ്ങനെ അതാണ് നമ്മൾ ആ ഒരു വിശേഷം. പിന്നെ ഇതൊക്കെ നമ്മളൊരു വലിയ സന്തോഷം തന്നെയല്ലേ അല്ലേ, അത് നമ്മൾ പൈസ കൊണ്ട് നമ്മൾ എന്തെങ്കിലും വായിക്കാമെന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ അതിന് ഞാൻ കുറച്ച് പൈസ ഒരു 1000 രൂപ ഞാൻ അടുക്കളയ്ക്ക് എന്തെങ്കിലും സാധനം വായിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിലത്തെ പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 1000 രൂപ. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ഓണക്കായിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ തിരങ്ങാടിയുള്ള ഈ ഹൈപ്പർ മാർക്കറ്റിൽ കണ്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിമൊക്കെ ഉള്ളൊരു കർച്ചീഫ് വായിക്കണം അതിന് പിടുത്തത്തുമ്മ വെക്കാനും വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് നല്ലത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ആധാർ ഗോൾഡിൽ നിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓണായിട്ട്. എന്താ ഒരു ഇതാണ് അതിൻ്റെ എന്താണെന്ന് പൊട്ടിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്, എന്താ പായസം എന്ന് വെക്കാനുള്ള എന്താ ഒരു സംഭവമാണ്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കട്ടെ എന്താണെന്നുള്ളത്. പിന്നെ നമ്മളത് ആ കടയിലെത്തിയപ്പോൾ പിന്നെ ആദ്യം നമുക്കുള്ള സാധനം നമ്മൾ മനസ്സിലൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മളൊരു പെണ്ണുങ്ങളെ പരിപാടിയാണല്ലോ അല്ലേ, ഈ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക എന്നുള്ളത്. നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ, കണ്ടിട്ട് ഇതൊക്കെ വായിക്കാൻ പൂതിയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മളെ കയ്യിൽ ആകെ 1000 രൂപ ഉള്ളത്, അതുകൊണ്ട് ഇതെല്ലാം കൂടി വായിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് അത്യാവശ്യമുള്ള ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം പുഡിങ്ങിൻ്റെ പാത്രം വായിക്കാൻ വേണ്ടി വന്നപ്പോൾ അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച് കണ്ടുവച്ചിട്ടുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ ഇങ്ങനെ എനിക്കിങ്ങനെ കിട്ടണതുകൊണ്ട് ഇങ്ങനെ ഓരോ പുതിയുള്ള സാധനങ്ങളൊക്കെ വായിക്കാമെന്നൊക്കെ ഇങ്ങനെ പ്ലാനിങ് ഇട്ടതാണ്. അങ്ങനെ ഏതായാലും ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ കോഫി കിട്ടി, ഇതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങിക്കാൻ നല്ല പൂതിയുണ്ട്. പക്ഷേ നല്ല റേറ്റ് ഉണ്ട്, 1000 സംതിങ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 2000-ൻ്റെ പുറത്ത് വരുന്നുണ്ട്, 1000-ൻ്റെ പുറത്ത് വരുന്നുണ്ട് അങ്ങനെയൊക്കെ. പക്ഷേ നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റംസ് ആയിരുന്നു കേട്ടോ. നല്ല നല്ല ഷോ പീസുകൾ നല്ല ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊന്ന് കമൻ്റ് ആക്കി. നമ്മൾ പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പെണ്ണുങ്ങളൊരു ഹോബിയാണല്ലോ. ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക, വെറുതെ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുക. ഇപ്പോഴൊക്കെ അങ്ങനെ കാക്ക പറഞ്ഞിട്ട് സമയം ഒരുപാടായി പോവില്ല, എന്തിനാണ് വെറുതെ അത് നോക്കണൊക്കെ ആവശ്യമുള്ള വാങ്ങിച്ചിട്ട് വേറെ കൂടുന്ന അങ്ങനെ 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 ചൊറ പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു പാത്രം ഉണ്ട് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതൊക്കെ ഉപ്പിട്ടെക്കണ ഈ ഒരു പോട്ടുണ്ടല്ലോ ഭരണി, ഇത് കുറേ ആയിട്ട് ഭയങ്കര പൂതിയുണ്ട്, ഉമ്മാക്കും ഭയങ്കര പൂതിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഭരണി വാങ്ങിക്കാൻ, നല്ല കളർഫുള്ളായിട്ടുള്ള. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ഭരണി ഞാൻ സെലക്ട് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ
ഏതായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഞാൻ ബില്ലാക്കാനും വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഓണൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ സാധനമൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റി, പക്ഷേ ബില്ലിങ് ആയിരുന്നു പ്രശ്നം. ക്യൂ ആയിരുന്നു, അത്രക്കും തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ക്യാപ്പ് ടേപ്പ് ഇതൊക്കെ 2-3 നാളത് കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ ഇടയിൽ കൂടി കയറി വെച്ചെടുത്ത് ഏതായാലും അതൊക്കെ ഒന്ന് ബില്ലാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചില്ലറ പൈസകളൊക്കെ ഞാനങ്ങ് മാറ്റി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാനും വേണ്ടി ശ്രമിക്കാറുണ്ട് കേട്ടോ. അധികം കിച്ചണിക്ക് എന്തെങ്കിലും വാങ്ങിക്കാനാട്ടോ ഞാൻ നോക്കൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ പിന്നെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിയതാ പോന്നപ്പോൾ വൈക്കൽ ഇതൊക്കെയാണ് വണ്ടിയിലിങ്ങനെ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടാണ് നമ്മളെ തിരങ്ങാടിയിൽ തന്നെ. പക്ഷേ ഒരേ നേരെ ഈ ഒരു നേരമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ മരിഭാഗം കൊണ്ട് ഇട്ടായിട്ടുണ്ട്. അപ്പോൾ ആ നേരമൊക്കെ ആയതുകൊണ്ട് കുറേ കണ്ട് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മളിതാ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ലാഭമായിട്ട് തോന്നിട്ട് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും കുട്ടൻസ് ഇതൊക്കെ അറിയില്ല. പിന്നെ നമ്മളിതാ മോനതാ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കത്തിനും ചെറുക്കനായിട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. ഓനൊന്ന് ഒറ്റയ്ക്ക് പോയി വാങ്ങി പഠിച്ച് വരട്ടെ എന്ന് പറഞ്ഞിട്ടോ കാക്കം. അങ്ങനെ കുബൂസ് വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ ഓനുണ്ട് കടയ്ക്ക് പറഞ്ഞിട്ട് പൈസ കൊടുത്തുകൊണ്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ കുട്ടികൾ വാങ്ങിച്ച് ശീലമാവണമെന്നും പറഞ്ഞിട്ട്. പക്ഷേ നല്ല കാര്യമാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഒന്ന് ഇറങ്ങി ഇതായി ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. നമ്മളെ കുട്ടികൾ സ്വയം ഒക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ ഏതായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഉമ്മ പിന്നെ ഉമ്മക്കൊരു വിരുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന്. അപ്പം ആദ്യം പോണില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതാണ് മോൻ്റെ മുടി വെട്ടിക്കാനൊന്നും പിന്നെ നിന്നില്ല കേട്ടോ. മോനൊപ്പം കൂട്ടിയത് ആകെ മുടി വെട്ടിക്കല്ലാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ വെട്ടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഉമ്മ വിരുന്നിന് പിന്നെ പെട്ടെന്ന് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ മോൾ ഇവിടെ ഒറ്റയ്ക്കല്ല. അപ്പോൾ ഞങ്ങളിവിടെ എത്തുന്നതിൻ്റെ കുറച്ചൊരു 5 മിനിറ്റ് മുന്നേ കേട്ടോ അമ്മ ഇവിടെ നിന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ മോളൊറ്റക്കല്ല പറഞ്ഞത് പിന്നെ മുടി കട്ട് ചെയ്യാനൊന്നും കയറിയില്ല, ബാർബർ ഷോപ്പിലൊന്നും കയറിയില്ല. നേരെ വീട്ടിലേക്ക് പോകുന്നു, ഇനി അടുത്ത ദിവസം ചെയ്യല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ വന്ന് കയറി പിന്നെ നമ്മൾ നിസ്കാരം മരുവൊക്കെ കൊടുത്തായില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് ഒന്ന് ഫ്രീ ആയതിന് ശേഷം പിന്നെ അതാ നമ്മൾ കിച്ചണിക്ക് കയറുക. നമ്മൾ കൊടുത്ത സംഭവങ്ങളൊക്കെ അതാ നമ്മൾ റാക്കുമ്മൽ അവിടെ എടുത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആദ്യം തന്നെ ചിക്കൻ കറി വെക്കണം. നമ്മൾ പിന്നെ കുബൂസ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ചിക്കൻ കറി വെക്കല്ല വിചാരിച്ചിട്ട് ഇതാ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇതാ കട്ടാക്കി ചിക്കനൊക്കെ കഴുകി ഇന്നിപ്പോൾ ചട്ടിയിലാണ് കേട്ടോ തീ വെക്കണത്. അപ്പോൾ ചട്ടിയിൽ വെക്കാനൊരു പൂതി ഇടയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ചട്ടിയിലൊക്കെ നാടൻ സ്റ്റൈലിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇടയ്ക്കൊരു പൂതി വരും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മൺപാത്രത്തിലൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കണ മാതിരി ഇതൊക്കെ ഒക്കെ കുഴച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കറി. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചെടുത്തിട്ട് നമ്മൾ പാത്രം ചെറുതാണ് കേട്ടോ. കറി ഉണ്ടാക്കണ പാത്രം കുഞ്ഞ്, പിന്നെ വലിയ കറിപ്പാത്രം ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതൊരു ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് ആ ഒരു ചട്ടി. അപ്പോൾ അതിൽ തന്നെ വെച്ചെടുത്ത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതാ കൊടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആധാർ ഗോൾഡിൽ നിന്ന് കിട്ടിയ ഐറ്റംസാണ്. അടൻ്റെ അടപ്പായസമല്ല അടപ്രഥമൻ, അതിൻ്റെ കിറ്റായിരുന്നു കേട്ടോ. ഒന്നുമില്ല, ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതറിയാഞ്ഞിട്ടൊരു ഭയങ്കര ഒരു പൊറുതിയോട് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും കൊടുന്ന എല്ലാ ഐറ്റംസൊക്കെ ഒന്ന് പച്ചക്കറികളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഉരുളൻകിഴങ്ങൊക്കെ പിന്നെ നമ്മൾ പിന്നെ പുറത്താണ് വെക്കുക. അല്ലാത്ത ഐറ്റംസൊക്കെ ഫ്രിഡ്ജിൽ ഓരോ ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതാ നമുക്ക് ആവശ്യമുള്ള ചിക്കനൊക്കെ എടുത്തതിന് ശേഷം ബാക്കി ഇതാ ഫീസർക്കാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ പച്ചക്കറികളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ കാക്ക പറഞ്ഞ് ഉരുളൻകിഴങ്ങ് തൊലി കളയാണ്ട് കഴുകിക്കാണ്ട് കറിക്ക് ഇട്ട് കൊടുക്കുക, നല്ല രസമാണ്, കട്ടാക്കാതെ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ കറി തളിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് 4 കുഞ്ഞു ഉരുളൻകിഴങ്ങാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തൊലി എനിക്ക് പൊറുതിയേടായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ടിട്ടുണ്ട്. കാക്ക പറഞ്ഞിട്ട് തൊലി കളയാതെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സമാധാനത്തിൻ്റെ കുറച്ച് തൊലിയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ ഉരുളങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ ചെറിയത് നോക്കിയിട്ടുണ്ട്, എല്ലാവരും വലിയത് നോക്കിയിട്ടല്ല വാങ്ങിക്കാൻ നോക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ചെറുത് നോക്കിയിട്ടാണ് വാങ്ങിക്കാൻ നോക്കുക. എന്നാലാണ് എനിക്ക് അളവ് ഇങ്ങോട്ട് കറക്റ്റ് ഇടുമ്പോൾ എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ നോക്കി വാങ്ങിക്കുക, അങ്ങനെയാണ് ഞാൻ വാങ്ങിക്കൽ. എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ തക്കാളിയൊക്കെ ആണെങ്കിൽ ചെറുത് വാങ്ങിക്കണം ഇഷ്ടം. നമ്മൾ കുറച്ച് പേരുള്ള
ഉള്ളതുകൊണ്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒരു പീസൊക്കെ എടുക്കേണ്ട ആവശ്യം വരുള്ളൂ, ഒരു തക്കാളിൻ്റെ പകുതിയൊക്കെ എടുക്കേണ്ട ആവശ്യം വരുള്ളൂ വലിയ തക്കാളി ആണെങ്കിൽ. അപ്പോൾ ചെറുതാവുമ്പോൾ നമുക്ക് ആ ഒറ്റ ഒന്നിനാണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കേട്ടോ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നുള്ളത്. എനിക്കങ്ങനെയാണ് ഇഷ്ടം അതന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതെടുത്തൊക്കെ ഇടയിൽ മോളൊന്ന് കാണാറുണ്ട്, ഞാനിതൊക്കെ ശരിയാക്കി എടുത്ത് വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓളെ ഹെൽപ്പാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആളെ ഞാൻ പച്ചമുളകിൻ്റെ ഞെട്ടുണ്ടല്ലോ അത് കളയാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണല്ലോ എടുക്കണ പണി ആകെ മടിയുള്ളത്. അപ്പോൾ ഓളിതാ അതൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. ഞാനിതൊക്കെ കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ തീർന്ന് കിട്ടൂല, നമ്മളും കൂടെ ഉണ്ട് നിന്നാലാണ് നമ്മൾ ഈ ചെയ്തൊന്നാലെന്ന് പറഞ്ഞാൽ മാറി നിന്നാൽ അതൊന്നും മുഴുവനാവില്ല. ഞാനും കൂടെ ഒപ്പം നിന്നാലാണ് അതിങ്ങോട്ട് മുഴുവനായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒക്കെ ഒന്ന് കാരണം ഇതെല്ലാം കൂടി ഒറ്റ കവറിൽ ഇങ്ങോട്ട് ഒരു മിക്സ് ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒക്കെ ഒന്നുകൊണ്ട് വേർതിച്ച് ഇങ്ങനെ ബോക്സിലാക്കി എടുത്തിട്ട് വേണം ഫ്രിഡ്ജിക്ക് വെക്കാൻ. ഞാൻ പറഞ്ഞല്ലോ അമ്മക്ക് സൽക്കാരം ഉണ്ടമ്മ പോണില്ല, പിന്നെ പെട്ടെന്ന് പോക്കുണ്ടായപ്പോൾ പെട്ടെന്ന് പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു പോരല് പിന്നെ നമുക്ക് ചായ കുടിക്കാനോ ഒരു വെള്ളം കുടിക്കാനോ ഒന്നും നമ്മൾ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം അമ്മ പിന്നെ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേഗം ചമ്മാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വേഗം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ വേഗം നിൽക്കുന്ന ആപ്പിളൊക്കെ കട്ടാക്കിക്കാണ്ട് പിന്നെ കഴിച്ചു വിട്ടാൽ എല്ലാവരും കൂടെ. അപ്പോൾ ഏതായാലും ഒക്കെ ഇതാ റെഡിയാക്കി പാത്രത്തിലാക്കി ഇതാ മോള് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിക്ക് വെക്കണം മുന്നായിട്ട് ഇതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അധികം വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഇങ്ങനെ വെക്കണതിന് മുന്നായിട്ട് ഇതാ ഫ്രിഡ്ജൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കേണ്ട കുഞ്ഞു കുഞ്ഞു പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ഫ്രിഡ്ജ് ഓഫാക്കിയതിൻ്റെ ശേഷം അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ മരിബാങ്ക് കൊടുത്താൽ പിന്നെ ഫ്രിഡ്ജ് ഓഫാക്കിയിടും കേട്ടോ. പിന്നെ 10 മണി കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജ് ഓണാക്കിയിടും. അപ്പോൾ അത് അധികം പൊടിയും പൊട്ടൊന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് ഒഴിവാക്കാനുള്ളതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കി ഇടലുണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്തതിൻ്റെ ശേഷം ഇനിയിപ്പോൾ അതിനുള്ളിലേക്ക് ഓരോന്നായിട്ടാണ്ട് എടുത്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു പണിൻ്റെ ഇടയിൽ നമ്മളെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിക്കാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് ചിക്കൻ വെന്ത് റെഡി ആയി വരുന്ന ഒരു സമയം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ ഇതാ ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞില്ല ചായയൊക്കെ കുടിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ട്, ആപ്പിളൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേഗം കറി റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഏതായാലും കറി ഒന്നും ഇവിടെ സെറ്റ് ആവണില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കറിവേപ്പില തന്നെ തിളച്ച് വന്നപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളും എടുത്ത് വെക്കുകയാണെങ്കിൽ എത്ര ശ്രദ്ധിച്ചാലും എന്തായാലും പൊടിമൊട്ടൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു സമയം കൊണ്ട് ഇത് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഏതായാലും ക്ലീനാക്കലും പാത്രം ഒന്നും കഴുകാനിച്ചില്ല, കുറച്ച് പാത്രങ്ങളൊക്കെ അതൊക്കെ കഴുകിയെടുത്തതിൻ്റെ ശേഷം അതൊക്കെ നമ്മൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ എന്താ വാങ്ങിച്ചിട്ടുള്ളത് ഒരു അടിച്ചുട്ടി വാരിയാണ് കേട്ടോ. അടിച്ചുട്ടി വാരി ഇപ്പോൾ പുതിയത് പടുത്ത് വാങ്ങിച്ചതുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ കാക്ക വാങ്ങിച്ചതായിരുന്നു കേട്ടോ. കാക്ക വാങ്ങിച്ചപ്പോൾ അതിൻ്റെ നടുവിനൊരു പൊന്തി നിൽക്കൽ, അപ്പോൾ അടിച്ചു വാരുമ്പോൾ പൊടി എത്ര ആയിട്ടും ഇങ്ങോട്ട് പിന്നെ വൃത്തിയായി കിട്ടണില്ല കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അത് കാക്ക നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കണേനും. അപ്പോൾ ആദ്യം ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ അതൊക്കെയാണ് ഉപ്പിൻ്റെ ഈ ഒരു പിന്നെ ഭരണിയായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അതാണെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നി ഒന്നും കൂടി വാങ്ങിക്കായിരുന്നു എന്ന്. അങ്ങനെ വീട്ടിൽ കൊടുന്ന് നമുക്ക് നല്ല രസം തോന്നി. ആദ്യം വലിയ ഇഷ്ടമില്ലാതെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചു. എനിക്കിനിപ്പോൾ അത് രണ്ടെണ്ണം വേണേനൊന്ന് പിന്നെ തോന്നിയിട്ടാ. ഇവിടെ എത്തിയതിൻ്റെ ശേഷം അപ്പോഴൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ വീട്ടിലെത്തിയപ്പോൾ തോന്നി നമ്മളിങ്ങനെ സെറ്റാക്കി വെക്കുമ്പോൾ രണ്ടെണ്ണം വെക്കുമ്പോഴല്ല അതിൻ്റെ ഒരു ഭംഗി. ഞാൻ ഇപ്പോൾ ഉപ്പിട്ടേക്കാൾ ഒന്നല്ല ആവശ്യം വരുള്ളൂ വെച്ചിട്ട് ഒന്നാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പോട്ടാണ്ട് നമുക്ക് കറി പിന്നെ ടേബിൾ മക്ക് അതുപോലെ ബിരിയാണി ഒക്കെ ഒന്ന് വിളമ്പിട്ടെടുത്ത് വെക്കാം, ബീഫൊക്കെ വരട്ടി അങ്ങനെയൊക്കെ എടുത്ത് വെക്കല്ല വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ നമുക്ക് ഇതിൽ കസ്റ്റാർഡ് സലാഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ട് ഈ ഒരു പാത്രം. അപ്പോൾ ഇത് ഞാൻ ഒരുപാടായിട്ട് ആഗ്രഹിച്ചതായിരുന്നു ഈ ഒരു പാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ലിക്വിഡും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടി ആരാ പണിയാണ് ഇട്ടാ പൗഡറും ഇതിലേക്ക് വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, മോൻ്റെ പണിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ്. 1000 കറക്റ്റായിട്ട് 1040 രൂപ ബാക്കി കിട്ടിയിട്ടാ. അതിന് ഞാൻ മോനക്ക് മുട്ടായി വാങ്ങിക്കാനും വേണ്ടി കൊടുത്തു. കാരണം ഓനെ മുട്ടായി വാങ്ങിക്കാനും അവർക്ക് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നപ്പോൾ എനിക്ക് ഇഷ്ടമൊന്ന് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഉമ്മ വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മക്ക് ഞാൻ വാങ്ങിച്ച ഐറ്റംസൊക്കെ കാണിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്തൊക്കെ വാങ്ങിച്ചത് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾക്കും കാക്കാക്കും
ഉപ്പാക്കും കൂടി ഞാൻ പിന്നെ ചായക്കഥ പാർന്ന് പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗുബൂസും. പിന്നെ കുറച്ച് ദോശ ഉണ്ടായിരുന്നു, അതും ചുട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മാവ് ഉണ്ടായിരുന്നു കേട്ടോ, രാവിലത്തെ മാവ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുത്ത് അതും പിന്നെ കുബൂസും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മൾ വാങ്ങിച്ച കഴിച്ചതിനും കൂടി ഉമ്മാക്കൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു കഴിച്ചതിനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് മോതിരം ഞാൻ നമ്മളെ ഫാൻസി മോതിരം അതിൽ കണ്ട് ഇട്ട് വെച്ചത് എൻ്റെ ഊരിയപ്പോൾ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു കഴിച്ചതിനാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. 3 ഗ്രാമിൻ്റെ മേലെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ വിശേഷവും കാര്യങ്ങളും. അപ്പം ഇനി ഏതായാലും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.